നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ. Wait a minute. Who are you? സോറി ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയാൻ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്നാലും ഭാവിയിൽ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആവാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഉനൈസ് എൻ്റെ ഈ ചാനലിലും എനിക്കും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച റോസ്റ്ററായ കാരി മീനാട്ടിയും പിന്നെ ഒന്ന് നമ്മുടെ സ്വന്തം അർജുൻ ചേട്ടനുമാണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി മിക്സാക്കി ഞാനും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ടിക്ടോക്ക് പോയില്ലേ, ഇനിയിപ്പോൾ എന്തെടുത്ത് റോസ്റ്റ് ചെയ്യും, ആരെ പിടിച്ച് റോസ്റ്റ് ചെയ്യും? ഗൈസ്, നമ്മുടെ ഇൻ്റർനെറ്റ് ഇത്രയും വിശാലമായി പരന്ന് കിടക്കുമ്പോൾ നമുക്ക് എന്ത് എവിടെയാണ് കണ്ടൻറ്റിന് ക്ഷാമം? അപ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ദ വൺ ആൻഡ് ഓൺലി ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച റാപ്പറിൽ ഒരാളായ ദ ദിൻജക് പൂജ. അപ്പോൾ എന്തായാലും നമുക്ക് ദിൻജക് പൂജയുടെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. नाच के पागल पागल हो के नाचो और नाच के पागल हो जाओ. ഗൈസ്, ഇതാണോ ഡാൻസ്? ഇതിനാണോ ഡാൻസ് എന്ന് പറയുന്നത്? മോനെ, ഇതിലും നന്നായിട്ട് നമ്മുടെ ഫുക്കർ ചട്ടം കളിക്കും. पागल हो के नाचो और नाच के पागल हो जाओ. जहाँ भी मिले खटिया तुम चद्दर तान के सो जाओ. जहाँ भी मिले खटिया तुम चद्दर तान के सो जाओ. ഓക്കെ, അപ്പോൾ നമ്മുടെ കവി പറയണത് എന്താ വെച്ചെങ്കിൽ, ഡാൻസ് കളിച്ചിട്ട് പ്രാന്താവും. പ്രാന്തായിട്ട് ഡാൻസ് കളിക്കും. എവിടെയാണോ കട്ടിൽ കാണാൻ അവിടെ കിടന്ന് ഉറങ്ങി. ഇതാണിപ്പോൾ നമ്മുടെ കവി പറയണത്. ഷോ, നമിച്ചു. ഈ ലിറിക്സിൻ്റെ മുന്നിൽ ഞാൻ നമിച്ചു. വയലാർ എഴുതുമോ ഇതുപോലെ? ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡാൻസ് കളിച്ച് പ്രാന്ത രണ്ടാൾക്കാരാണ്. അവരത് ഡാൻസ് കളിച്ച് പ്രാന്തായിട്ട് തലക്കാണെടുത്ത് അടിക്കുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ തന്നെ പറ, ഇത് നമ്മുടെ പാട്ടിൻ്റെ ഇന്ത്യൻ പാട്ടിൻ്റെ ലെവല് തന്നെ മാറിപ്പോയി. വേറെ ഏതോ ലെവല്. नाच के पागल കേസ് നിങ്ങൾ ആ സ്റ്റെപ്പ് കണ്ടോ? स्कूल की छुट्टी मारो और ट्यूशन तुम मत जाओ. पान की दुकान खोलो और सबको चूना लगाओ. रात को तुम जागो और दिन में तुम सो जाओ. होली पे पटाखे फोड़ो और दिवाली पे सबको नहलाओ. मुंह पे ഗൈസ്, അപ്പോൾ നാം പറയണത് എന്താ വെച്ചെങ്കിൽ, ആരും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ലീവ് എടുക്കുക, ആരും ക്ലാസ്സിൽ പോകണ്ട. എല്ലാവരും എന്ത് ചെയ്യുക, മറ്റേ മുറുക്കാൻ്റെ കട പോയി തുടങ്ങും. എന്നിട്ട് അവിടെ വരുന്ന ആൾക്കാർക്ക് മുറുക്കാൻ ചുരണ്ടി കൊടുക്കാൻ. സോഷ്യൽ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. पान की दुकान खोलो और सबको चूना लगाओ. 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 മോനെ 4 പാക്കറ്റ് സിഗരറ്റ്, 2 പാക്കറ്റ് കജാബിഡി, ഒരു പാൻ മസാല. ഇതൊക്കെ ചേട്ടനാണോ? നോക്കി, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഏട്ടാ, നീ എന്താ ഇവിടെ? എന്റെ ചേച്ചി പറഞ്ഞല്ലോ ഇവിടെ വന്ന് നിന്നാ മതി കുറെ പൈസ ഉണ്ടാക്കാന്ന്, അതുകൊണ്ട് ഞാൻ വന്ന് നിക്കണേ. ആട്ടെ, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? നീ ഒരു കുട്ടിയല്ലേ? എന്റെ ദിൻജക് ചേച്ചി എന്നോട് പറഞ്ഞല്ലോ സ്കൂളിലൊന്നും പോണ്ട, ട്യൂഷന് പോണ്ട, പാൻ കടയിൽ വന്നത്. ഉറപ്പല്ലേ? ആ അങ്കിൾ, ഉറപ്പാണ്. थप्पड़ मारो और पूल में डुबकी लगाओ. पागल होके नाचो और नाच के पागल हो जाओ. पागल होके नाचो और नाच के पागल हो जाओ.
जहाँ भी मिले खटिया तुम चद्दर तान के सो जाओ, जहाँ भी मिले खटिया तुम चद्दर तान के सो जाओ, अरे नाच के पागल। ഗൈസ് ഇത് ഇനി ബാക്കി കാണാനുള്ള ക്ഷമ എനിക്കില്ല. നിങ്ങളുടെ ഉണക്കവരികൾക്ക് മാത്രം ഒരു മാറ്റമില്ല. എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടടാ. പാടും, പാടി കേൾപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും എന്തുകൊണ്ട് എനിക്കൊരു പാട്ടായിരിക്കൂടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗൈസ് ഞാനൊരു പാട്ട് പാടാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പാട്ട് പാടാം. പാടി. വെള്ളത്തിന്റെ കുപ്പിയെടുക്കൂ, വെള്ളം നിങ്ങൾ കുടിക്കൂ, ചീർപ്പ് എടുക്കൂ, എന്നിട്ട് തല നിങ്ങൾ ചീന്തൂ. വേറെന്താ ഗൈസ്? ഹെഡ്സെറ്റ് എടുക്കൂ, എന്നിട്ട് അത് ചെവിയിൽ ഇങ്ങനെ വെക്കൂ, തൊപ്പി എടുക്കൂ, തൊപ്പി നിങ്ങൾ തലയിൽ വെക്കൂ. ഗൈസ് എന്താണിത്? ഇതാണോ പാട്ട്? ഇതാണോ ലിറിക്സ്? എന്തായാലും ഇതൊരു പാട്ടാണെങ്കിൽ ഇതിനൊരു ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കേണ്ടി വരും ഗൈസ്. സത്യമായിട്ടും ഓസ്കാർ അവാർഡ് അതിൽ കുറഞ്ഞതൊന്നും ആലോചിക്കേ വേണ്ട. ആ കുട്ടികളെ മുഖം ഈ വീട്ടിലൊന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താവും അത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ ഒരു സ്പൈഡർമാനായിട്ട് കുട്ടികൾ വരുന്നില്ലേ, അവരുടെ മുഖയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതമേ മടുത്തു പോവുക കുട്ടികളെ. ആ ലെവലിലുള്ള ഷിറ്റാണ് ഇതിൽ നടക്കുന്നത്. ഡാൻസ് കളിച്ച് പ്രാന്താനുള്ള സ്റ്റെപ്പാണ്. ഈ 2 പെണ്ണുങ്ങൾക്ക് എന്തിൻ്റെ കേടാ അറിയാൻ പാടില്ല കേട്ടോ. എന്തിൻ്റെ കേടാ നിങ്ങൾ? ഓക്കെ, സംഭവം നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ വീഡിയോ ഇനി ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ എന്തായാലും നല്ലൊരു സോഷ്യൽ മെസ്സേജൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. मेरे बाबू ने खाना खाया। എന്താ करो ना काम ये करो ना, दुआ ये करना किसी को ये होना, करो ना काम ये करो ना, दुआ ये करना किसी को ये होना. ഈ പാട്ട് കേൾക്കുന്ന കൊറോണ. ഞാൻ പോവാണ്. വേണം ഞാൻ പോവാ. സമ്മതിച്ചു പോയി. ഒരു കാര്യം കാണാണ്, അതിനെ പറ്റി അപ്പം ഇതിന് പാട്ട്. तो टेस्ट कराना, बुखार हो जाए तो टेस्ट कराना. കൊല്ലി ഇത് ഗൈസ് ഈ വരികൾ കേൾക്കുന്നെങ്കിൽ നല്ല ഞാൻ ചാവണതാ. करो ना काम ये करो ना, दुआ ये करना किसी को ये होना, करो ना काम ये करो ना, दुआ ये करना किसी को ये होना. അതുണ്ടോ मास्क पहनो ना, बाहर न जाना, कोरोना से हमको लड़के दिखाना. ഇതിലിപ്പോൾ ബാക്കിൽ നിൽക്കുന്ന ഡോക്ടർമാരുടെ റോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? കൊറോണ പോട്ടെ, ഗോ കൊറോണ, കൊറോണ ഗോ, കൊറോണ ഗോ, കൊറോണ ഗോ, ഗൈസ് നിങ്ങൾ പറയും നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു മ്യൂസിക്കിൻ്റെ ഒരു കൺസെപ്റ്റ്. അതായത് ഇപ്പം നമ്മൾ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ തീരെ മൂഡൊന്നും തീരെ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ എന്ത് വരാം, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് റിലീഫ് കിട്ടും, ഒരു സമാധാനം കിട്ടും, ഒരു സന്തോഷം കിട്ടും. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു പാട്ട് കേൾക്കുക. അത് ഈ ഒരു പാട്ടൊക്കെ ആണെങ്കിൽ ഗൈസ് ഇപ്പോൾ
ഒരു വീട്ടിൽ നിന്ന് ഒരു പണിയൊക്കെ ഒരു വർക്കൊക്കെ കഴിഞ്ഞാൽ ടെൻഷനിൽ വരിക. ഒന്ന് കിടന്നിട്ട് ഒരു ഹെഡ്സെറ്റും വെച്ച് ഒരു പാട്ടും വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു പാട്ട് കയറി വന്നു കഴിഞ്ഞാൽ ചാവാ നല്ലതെന്നാ. എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള 3ാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഷാജിയേട്ടാ, എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നണില്ല, എന്നാലും നമുക്ക് നോക്കാം. सुबह उठते हैं हम, ब्रश करते हैं हम, फिर खाते हैं हम, फिर जाते हैं हम. ചേച്ചി, നിങ്ങൾ രാവിലെ നീക്കേ, പല്ലേക്കേ, ബ്രഷ് ചെയ്യേ, തൂറാൻ പോവേ, എന്ത് വേണമെങ്കിലും ആയിക്കോ, അതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയണേ? എന്തോ ഒരു ശല്യാണ്. चाय बनाते हैं हम, उसे पीते हैं हम, फिर नहाते हैं हम, तैयार होते हैं हम. പടച്ചോനെ, ഇത് കാണാനുള്ള ഒരു ക്ഷമ എനിക്കിത് തരണേ. ഒരു മിനിറ്റ്. 2,000 years later. One eternity later. ഓക്കെ ഗൈസ്, ഏത് ദൈവമെന്ന് എനിക്ക് ഗണപതിയാന്ന് തോന്നുന്നു. എന്നാലും ദൈവ, ഇത് കാണാനുള്ള ക്ഷമ എനിക്ക് നീ തരണേ. ഓക്കെ ഗൈസ്, നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ നമ്മുടെ ദിഞ്ചക് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എവിടെ നിന്ന് കേൾക്കാൻ കിട്ടും ഇതുപോലത്തെ നമ്മുടെ മനം കുളിർക്കുന്ന പാട്ടുകൾ? ഇത്രയും അവാർഡ് വിന്നിങ് ലിറിക്സ് നമുക്ക് എവിടെ നിന്ന് കേൾക്കാൻ പറ്റും? വിചാരിക്കടോ. ऑफिस जाते हैं हम, गाड़ी चलाते हैं हम, रेडियो सुनते हैं हम, सेल्फी लेते हैं हम. വെള്ളം കുപ്പി എടുക്കുന്നു നമ്മൾ, കുപ്പി തുറക്കുന്നു നമ്മൾ, വെള്ളം കുടിക്കുന്നു, കുപ്പി അടക്കുന്നു നമ്മൾ, വെള്ളം കുപ്പി അവിടെ തന്നെ വെക്കുന്നു, തൊപ്പി എടുക്കുന്നു നമ്മൾ, തൊപ്പി വെക്കുന്നു നമ്മൾ, തൊപ്പി എന്നിട്ട് പിന്നെയും എടുക്കുന്നു നമ്മൾ. പാട്ടെന്ന് പറഞ്ഞ് എന്തും എഴുതാന്നുള്ള ലെവലിലേക്കായി നമ്മുടെ ഇന്നത്തെ. ऑफिस जाते हैं हम, गाड़ी चलाते हैं हम, रेडियो सुनते हैं हम, सेल्फी. വെയിറ്റ്, ഇതെന്താ? ശരിക്കുള്ള വണ്ടി ഓടിക്കാറിയുണ്ടാവില്ല, അതുകൊണ്ടാവും. ഓക്കെ, കൊള്ളാം. करते हैं हम, रोज करते हैं हम, वापस आते हैं हम, टीवी देखते हैं हम, बुक पढ़ते हैं हम, सो जाते हैं हम, कभी हंसते हैं हम, कभी रोते हैं हम, इसी तरह सारी जिंदगी खोते हैं हम. Oh my God. Super. Guys, ഇതിനെയാണ് പറയുന്നത് കണ്ടന്റ്. कोई एक फेमस सिंगर जो होता है उसकी एक टीम होती है जो उसके साथ बैठ के काम करती है. सो आपकी टीम है, आप उनके साथ बैठ के गाने बनाते हो, लिखते आप खुद ही हो, आपने कहा. जी. बट मैं एडवाइजर्स रखे हुए हैं, उनसे एडवाइस लेती हूँ, मैनेजर्स वगैरह सब हैं. A few moments later. ഗൈസ്, നിങ്ങളത് കേട്ടോ? ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? मैं एडवाइजर्स रखे हुए हैं, उनसे एडवाइस लेती हूँ, मैनेजर्स वगैरह सब हैं. ഗൈസ്, ഇതിനും അഡ്വൈസർമാരോ? അപ്പോൾ എന്താ ഇവർ പറഞ്ഞു കൊടുക്കേണ്ടത്? ചേച്ചി, നിങ്ങളുടെ ഗാനം സൂപ്പറാണ് ചേച്ചി, അടിപൊളിയാണ് ചേച്ചി, വേറെ ലെവലാണ് ചേച്ചി, ഇതിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ എത്ര പൈസ വേണം മുടക്കാം? എന്താ ഈ കുട്ടി പറയണ, വല്ല ബോധമുണ്ടോ? और कब से गाना गा रही हैं आप? गाना मैं शौकिया तौर पर गाती हूँ बचपन से. किसी से सीखा है आपने गाना? जी, किसी सीखा नहीं है. किसी से नहीं सीखा. എവിടുന്ന് പഠിക്കാനാ? ആര് പഠിപ്പിച്ചു കൊടുക്കാനേ? ആരാ എനിക്കൊക്കെ പാട്ട് പഠിപ്പിച്ചു തരിക? कोई ऐसा सिंगर आपको लगता है जिससे आप इंस्पिरेशन लेती हैं? हाँ जी. कौन है? माइकल जैक्सन. മൈക്കിൾ ജാക്സണോ?
ഇതെങ്ങാനും മൈക്കിൾ ജാക്സൺ കേട്ട് കഴിഞ്ഞാൽ കബറിൽ കിടക്കണ മൈക്കിൾ ജാക്സൺ നീച്ച് വന്ന് പിന്നെയും ഒന്നുകൂടെ ചാവും. കാരണം തന്നെ എൻ്റെ പേരും മൈക്കിൾ ജാക്സൺ പറയും, എൻ്റെ പേരും പറഞ്ഞ് ഇതിനും വലിയ നാണക്കേട് വേറെ ഇനി എവിടെയും കിട്ടാനില്ല. സത്യമായിട്ടും ഗൈസ്, മരിച്ചു കിടക്കുന്ന ആൾ വീണ്ടും വന്ന് ഒന്നുകൂടെ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ മറ്റേ ഇതോടെ തലക്കടിച്ച് പാട്ട് എന്ന് പറഞ്ഞിട്ട്, പാട്ട് എന്നുള്ള പേരും പറഞ്ഞിട്ട് എന്തും തൊള്ളേ തോന്നണ എന്തും എഴുതി വിട്ടിട്ട് ഒരു ബീറ്റും കിട്ടാം. വാ സൂപ്പർ, ക്യാ പാട്ട്, എന്താ പാട്ട്. कोई गाना माइकल जैक्सन का आप बोलना चाहती हैं? अभी नहीं। बस इंस्पिरेशन लेती है, कॉपी नहीं करना। हमने यहाँ पे 3 लोगों को बुलाया है जो आपके क्लेम करते हैं कि वो आपके सबसे बड़े फैंस हैं। जी। वो आपके ही गाने यहाँ पे गाने वाले हैं, तो आप जरा बताना कि सबसे गंदा किसने गाया। ഓ ഇത് നന്നായി. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ശിക്ഷ തന്നെയാണ്. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതാണ്. അവരുടെ പാട്ട് ഒരു 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 തിയേറ്ററിൻ്റെ ഉള്ളിൽ ഒറ്റ കൊണ്ടുവരുത്തോ മറ്റോ 4Kൻ്റെ ഹെഡ്സെറ്റില്ലേ അതും വെച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1000 ഡെസിബിൾ വോയിസിൽ ഈ പാട്ടാണ്ട് വെച്ചു കൊടുക്കുക. ഇതാണ് ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത, ഏറ്റവും വലിയ ശിക്ഷ. കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതാണ്. സ്വന്തം പാട്ട് തന്നെ ഒരു അവിടെ വെച്ചു കൊടുക്കുക, കേൾക്കട്ടെ, എന്നിട്ട് മനസ്സിലാക്കണത് എന്താ സാധനം. ठीक है, सबसे अच्छा किसने गाया वो मैं बताऊंगा। वो आप बताएंगे क्योंकि आप नेगेटिविटी में बिलीव नहीं करते। सेल्फी मैंने ले लिया, सेल्फी मैंने ले लिया, सिर पे मेरे रहता था, सेल्फी मैंने ले लिया आज। സെൽഫി मैंने ले लिया, सेल्फी मैंने ले लिया. दिलों का शूटर मेरा स्कूटर, दिलों का शूटर मेरा स्कूटर, दिलों का शूटर है मेरा स्कूटर। दिलों का किसने सबसे अच्छा गाया? तीनों ने अच्छा गाया। तीनों ने अच्छा गाया। ശരിയാണ്, 3 ആൾ നന്നായി പാടി, അന്നങ്കാലിൽ നന്നായി പാടി. എന്തായാലും അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്, 3 ആൾ അടിപൊളിയായിട്ട് പാടി. ഇൻ്റർവ്യൂ ആണെന്നൊക്കെ തോന്നുന്നില്ല. കാരണം ലൈവായിട്ട് വിളിച്ചിട്ട് എങ്ങനെയൊക്കെ ഊക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഊക്കി വിട്ടിട്ടുണ്ട്. ഏതാണ് സീ ന്യൂസ് തന്നെയല്ലേ? അതെ, സീ ന്യൂസിൻ്റെ അവതാരക. എന്തായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഊക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഊക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും ഇവർക്കൊക്കെ ഇങ്ങനെ തന്നെ ശിക്ഷകൾ കിട്ടണം. പാട്ട് എന്നൊരു നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യുന്നൊരു സംഭവമായിരുന്നു പാട്ട് എന്ന് ഇത്ര കാലം ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി വേറെ എന്തൊക്കെ ഞാൻ പറയണല്ലോ, എന്തൊക്കെ എഴുതി വിടാണ്. എന്നിട്ട് അതിനൊരു പേരും പാട്ട്, സോങ്. എന്തായാലും പൊളിച്ചു ചേച്ചി. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നെക്കി പൊട്ടിക്കത് ഏത് സബ്സ്ക്രൈബ് ബട്ടൺ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വന്തം ക്രോമേട്ടനും ഉബൈദിക്കും ഈ പോസ്റ്റ് കണ്ട് വൈറലാകുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ടാറ്റ, ബൈ ബൈ.